കുമ്പിടി സുധാകരൻ്റെ വീട്ടിലെ കൂടോത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ മുഴുവനും. ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോഴാണ് പലരും പല സംഭവങ്ങളും പുറത്തു പറയുന്നത്. കഴിഞ്ഞ മാസം കാസർഗോഡ് കോൺഗ്രസ് നേതാവ് മുൻ KPCC സെക്രട്ടറി പറഞ്ഞത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൻ്റെ ആശാനാണെന്നാണ്. ദുർമന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ഉസ്താദാണെന്നും സുധാകരൻ അതെല്ലാം അറിയാമെന്നും സുധാകരന് ഉണ്ണിത്താനെ പേടിയാണെന്നും ആ നേതാവ് വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള മറ്റൊരു നേതാവ് വെളിപ്പെടുത്തിയത് തലസ്ഥാന നഗരിയിലുള്ള മറ്റൊരു നേതാവിനെ കുറിച്ചാണ്. കൂടോത്രത്തിൻ്റെ ഉദ്ദേശം ഭ്രാന്ത് പിടിച്ച് KPCC പ്രസിഡന്റ് ഇട്ടേച്ച് ഓടുന്നത് നോക്കിക്കാണാമെന്നാണ് ഈ നേതാവ് വെളിപ്പെടുത്തിയത്. പലരെയും വീഴ്ത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ കുപ്രസിദ്ധനായ ക്ഷുദ്രപ്രയോഗ മുൻമന്ത്രിയായ കോൺഗ്രസ് നേതാവാണ് പിന്നിലെന്നാണ് ഉപശാല വൃത്തങ്ങളിൽ കിട്ടുന്ന വിവരം. ഇദ്ദേഹത്തിൻ്റെ കുപ്രസിദ്ധ പ്രയോഗം മുൻപ് മംഗളം ദിനപത്രത്തിൻ്റെ മുൻ പേജിൽ കാർട്ടൂൺ സഹിതം വാർത്തയായിരുന്നു. ശശി തരൂരിനെതിരെ 5 കൊല്ലങ്ങൾക്ക് മുൻപ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നെയാണ് ഈ നേതാവ് സ്വന്തം വീട്ടിൽ വെച്ച് പണി നടത്തിയത്. പക്ഷേ അതേറ്റില്ല. ജാതകദോഷമോ സമയദോഷമോ എന്നൊക്കെ പറയാം. ഏതായാലും ഉദ്ദേശിച്ച ഫലം കണ്ടില്ല. തരൂർ മത്സരിക്കുകയും ചെയ്തു, വിജയിക്കുകയും ചെയ്തു. ഒരുപക്ഷേ പിന്നീടായിരിക്കും അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായത്. തരൂരിൻ്റെ ഭാര്യ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതും ആ കേസിൽ ഉൾപ്പെട്ടതും വേറെ വിവാദത്തിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതുമൊക്കെ ഒരുപക്ഷെ ഈ കൂടോത്രത്തിൻ്റെ ആകത്തുകയായിരിക്കും. തിരുവനന്തപുരത്തെ ഈ മുൻമന്ത്രി മറ്റുള്ളവർക്കെതിരെ കൂടോത്രം ചെയ്തായിരിക്കും സ്വന്തം കാര്യത്തിൽ വീഴ്ചകൾ വരുന്നത്. ഇനി തിരിഞ്ഞുകൊത്തിയതാണോ എന്നൊരു സംശയം ഇല്ലാതെയില്ല. ഏതായാലും ഈ മുൻമന്ത്രിക്ക് കോൺഗ്രസിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കണം BJPയിലേക്ക് വണ്ടി കയറാൻ ടിക്കറ്റ് റിസർവ് ചെയ്ത് കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വണ്ടി വരുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. ഇനി എപ്പോഴാണ് വിടുന്നതെന്ന് അറിയില്ല. കാത്തിരിക്കുക.